ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു എളുപ്പത്തിൽ ഒരു മാഗി ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്കൊരു ഇതിപ്പോൾ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ക്യാരറ്റ്, കാബേജ്, സവാള, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ നമ്മൾ 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. 4 മുട്ട, നിങ്ങൾക്കിപ്പോൾ 2 പേർ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി എങ്കിൽ 2 മുട്ട, ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി എങ്കിൽ 1 മുട്ട. അപ്പോൾ നമ്മൾ ആദ്യം അത് വേവിച്ച് ഊറ്റണം. വേവിച്ച് നമ്മൾ ഊറ്റിയാണ് നൂഡിൽസ്. എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തി മുട്ട ഓരോന്നോരോന്നായിട്ട് ഉടച്ച് വീഴ്ത്തണം. നിങ്ങൾക്കിപ്പോൾ എത്ര മുട്ടയാണ്, നിങ്ങൾ എത്ര പേര് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം, അതനുസരിച്ച് മുട്ട നിങ്ങൾക്ക് ഉടച്ചുടച്ച് വീഴ്ത്താം. അപ്പം മുട്ട ഉടച്ച് വീഴ്ത്തി നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി അതൊരു പരുവാകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്ത് ഈ പരുവാകുമ്പോൾ നമ്മൾ പച്ചക്കറിയെല്ലാം തട്ടി കൊടുക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റ്, സവാള, കാബേജ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തട്ടി കൊടുക്കണം. അടുത്ത് തട്ടി കൊടുത്ത് അതിട്ട് ഇങ്ങനെ ഇട്ട് വരട്ടണം. നല്ല വൃത്തിയായി വരണ്ട, അതിൻ്റെ കളറൊന്ന് മാറണ വരെ ഇട്ട് വരട്ടണം. നല്ല വൃത്തിക്ക് വരട്ടണം. ഈ പരുവത്തിൽ കിട്ടണം വരട്ടിയെടുക്കുമ്പോൾ. ഇതുപോലെ ഉടച്ചുടച്ചിങ്ങനെ ആക്കണം. വരട്ടി നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് എടുത്ത് അതിൽ തട്ടി കൊടുക്കണം. തട്ടിയിട്ട് ഇനി മിക്സ് ചെയ്താൽ മതി. ഇനി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പൊടി, മസാലപ്പൊടി അതൊക്കെ തട്ടി കൊടുക്കണം. എന്നിട്ട് നല്ല വൃത്തിയെടുത്ത് മിക്സ് ചെയ്യണം. മസാലപ്പൊടി തട്ടി കൊടുത്തിട്ട് നല്ല വൃത്തിയായി മിക്സ് ചെയ്യണം. മസാലപ്പൊടി തട്ടി നല്ല വൃത്തിയായി മിക്സ് ചെയ്തിട്ട് നല്ല വൃത്തി ഇളക്കണം. അതിൻ്റെ കളർ വരണ വരെ ഇളക്കണം. ഈ ഒരു കളർ ആകുമ്പോൾ ഇളക്കി നിർത്തണം. സ്റ്റൗ ഓഫ് ആക്കണം. ഈ ഒരു കളർ ആകുമ്പോൾ ഇനി അടച്ച് വെച്ച് നിങ്ങൾ കുറച്ച് നേരം തിന്നായി കുറച്ച് നേരം തിന്നാം, ഇല്ലെങ്കിൽ അപ്പം തിന്നായി അപ്പം തിന്നാം. അപ്പോൾ നിങ്ങൾ തിന്നിക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ബൈ ഗൈസ്.